प्यारे बच्चों, सबको नमस्कार। आप सबको मैं अपनी कक्षा की ओर स्वागत करती हूँ। पिछली कक्षाओं में हमने राष्ट्रकवि मैथिली शरण गुप्त जी की कविता मातृभूमि का आस्वादन किए और प्रश्नों के बारे में चर्चा किए। प्रश्नों के उत्तर आप लोग मुझे भेज दिए, लेकिन अभी भी कुछ छात्र नहीं भेज दिए हैं। उनका नाम मैं ग्रुप में डालने को सोचती हूँ। बच्चों, कृपया जल्दी ही उत्तर भेज देना है। और एक अलग बात है, रविवार को शाम को पहले पाठ भाग के आधार पर एक परीक्षा है, अब जरूर भाग लेना है। अब हम पहली इकाई के दूसरे पाठ भाग बेटी के नाम की ओर जाए। बच्चे तैयार हैं? बच्चों, यह एक पत्र है। कैसा पत्र है? जवाबी पत्र है। पत्र और पत्र शैली के बारे में आप परिचित हैं। पत्र मानो क्या? प्रेषक अपने मन के विचार जब किसी व्यक्ति तक नियत ढांचे में लिखित रूप से पहुंचाता है तब पत्र कहलाता है। एक पत्र के जवाब के रूप में लिखे गए पत्र को जवाबी पत्र भी कहलाते हैं। പത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നയാൾ തങ്ങളുടെ മനസ്സിലുള്ള വിചാരങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ അതല്ലെങ്കിൽ എന്താണ് പറയുന്നത് അവരുടെ മറ്റുള്ളവർക്ക് അറിയിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതൊരു നിയത രൂപത്തിൽ ഒരു ലിഖിതമായിട്ട് എഴുതി അത് മറ്റൊരാൾക്ക് എത്തിക്കുന്നു. ആർക്കാണോ എഴുതാൻ ഉദ്ദേശിച്ച ആളിൻ്റെ കയ്യിൽ എത്തിക്കുന്നതിനാണ് നമ്മൾ പത്രം എന്ന് പറയുന്നത്. ആ ലിഖിത രൂപം അത് നമ്മൾ കത്ത് നമുക്ക് എഴുതിയാൽ അതിൻ്റെ മറുപടിയായിട്ട് നമ്മൾ എഴുതുന്ന കത്തിനാണ് നമ്മൾ മറുപടി കത്ത്, ജവാബി പത്ര എന്ന് പറയുന്നത്. पत्र के लिए अलग अलग शब्द हमने पढ़ा. एक शब्द है खत, दूसरा आप बता सकते? चिट्ठी. പത്ര, ഖത്ത്, ചിട്ടി. നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് ഓരോ വിധായെക്കുറിച്ച്. बेटी के नाम किस प्रकार की विधा है? चिट्ठी, कहानी, कविता. ऐसे दिए तो हम चिट्ठी उसमें से चुन लेना है. और खत दे तो वहाँ से खत चुन लेना है. और पत्र दिए तो पत्र. चिट्ठी, खत, पत्र. അത് മൂന്നും ഓർത്തിരിക്കുക. പത്രത്തിന് പറയുന്ന രണ്ട് पर्यायवाची ശബ്ദമാണ് ചിട്ടി, ഖത്ത്. പത്ര ദോ പ്രകാർ കെ ഹോത്തെ ഹെ. രണ്ട് തരത്തിലുള്ള കത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഔപചാരിക, അനൗപചാരിക. ഔപചാരിക കത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിലേക്കും അതുപോലെ തന്നെ സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അയക്കുന്ന കത്തുകളാണ്. അത് ഔപചാരിക കത്തുകളാണ്. അനൗപചാരികമായിട്ടുള്ള കത്തുകൾ നമ്മൾ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും ഒക്കെ അയക്കുന്ന കത്തുകളാണ് അനൗപചാരികമായിട്ടുള്ള കത്തുകൾ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പത്രത്തിൻ്റെ വിശേഷതയൊക്കെ പഠിച്ചിട്ടുണ്ട്. ആത്മനിഷ്ഠായിരിക്കണം, പത്രത്തിനൊരു ശൈലിയുണ്ട്. ഒരു अनौपचारिक पत्र आनेंगे അതിലെ संबोधन, विषय वस्तु, स्वनिर्देश आदि का पालन किया जाता है. बच्चों, ഇവിടെ बेटी के नाम എന്ന ജവാബി പത്ര മുഗൾ സാമ്രാജ്യത്തിലെ അവസാന ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫർ തൻ്റെ മകളായിട്ടുള്ള കുൽസും ജമാനി ബേഗത്തിന് റംഗൂണിൽ നിന്ന്, ചക്രവർത്തി ഇപ്പോൾ റംഗൂണിലെ തടവറയിലാണ്, അപ്പോൾ ആ തടവറയിൽ നിന്ന് ദില്ലിയിലേക്ക് കൊടുത്തയക്കുന്ന മറുപടി കത്തുകളാണ് നമ്മുടെ बेटी के नाम എന്ന് പറയുന്ന കത്ത്. बच्चों, 1947 के पूर्व भारत 2 सदियों तक ब्रिटिश രാജ് में था, ब्रिटिश के अधीन में था. രാജുമാനോ റൂൾ, ബ്രിട്ടീഷ് റൂളിലായിരുന്നു 1947 മുൻപ് 2 നൂറ്റാണ്ടുകൾ. भारत को स्वतंत्र बनाने के लिए न जाने कितनों ने अपनी जान की कुर्बानी दी. आप लोग जानते हैं, आप इतिहास में पढ़े हैं, നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ അവരുടെ പ്രാണൻ ബലിയർപ്പിച്ചിട്ടാണ് 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. 1857 से भारत की स्वतंत्रता की लड़ाई शुरू हुई. 1857 മുതൽ തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനുള്ള സമരങ്ങൾ ആരംഭിച്ചിരുന്നു. लड़ाई एक सेना विद्रोह के रूप में पहले मीरठ में शुरू हुई. സ്വാതന്ത്ര്യ
സമരം 1857 ആദ്യം ആരംഭിക്കുന്നത് മീററ്റിലാണ്. മീററ്റിലൊരു ശിപായി, അതായത് എന്താ പറയുന്ന ആർമി റെബല്യനായിട്ട്, ശിപായി അല്ല ആർമി റെബല്യൻ, ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാരതിനെ കളിയാക്കി വിളിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ അത് നമ്മൾക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. അതൊരു ആർമി റെബല്യനായിട്ടാണ് ആരംഭിച്ചത്. അത് ജനവ്യാപി റെബല്യനായിട്ട്, മാസ് റെബല്യനായിട്ട് ഝാൻസിയിലേക്കും ബറേലിയിലേക്കും ദില്ലിയിലേക്കും ഒക്കെ വ്യാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അതിൽ ധാരാളം ശാസക് റൂളേഴ്സ് പങ്കെടുക്കുകയുണ്ടായി. ആ റൂളേഴ്സിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. താന്തിയ തോപ്പെ, ബേഗം ഹസ്രത്ത് മഹൽ, സിറാജ് ദൗള, मंगल पांडे, റാണി ലക്ഷ്മി ഭായി और അന്തിം മുഗൾ ബാദഷാഹ് ബഹദൂർ ഷാ സഫർ. ദില്ലിയിൽ ഏകദേശമല്ല 7332 വർഷങ്ങൾ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യമായിരുന്നു. അതിൻ്റെ അവസാനമാണ് 1857 വിപ്ലവം ബ്രിട്ടീഷ് സർക്കാർ അടിച്ചമർത്തിയതോടുകൂടി ഇല്ലാതാകുന്നത്. ചക്രവർത്തിയെയും അതുപോലെ പുത്രന്മാരെയും റങ്കൂണിലേക്ക് നാടുകടത്തി. ചക്രവർത്തിയുടെ മകൾ കുടുംബത്തോടൊപ്പം, ഭർത്താവിനോടും കുട്ടിയോടൊപ്പം ലാൽ കിലയിൽ തടവിലായിരുന്നു. ചക്രവർത്തി റങ്കൂണിൽ ഒരു തടി കൊണ്ടുള്ള ഒരു കെട്ടിടത്തിൽ തൻ്റെ മകൻ, ആൺകുട്ടികൾ 2 പേരുണ്ടായിരുന്നു, അവരോടൊപ്പം അദ്ദേഹം അവിടെയായിരുന്നു തടവിൽ. അവിടെ നിന്ന് ചക്രവർത്തിക്ക് യാതൊരു സ്വാതന്ത്ര്യവും അവിടെ അനുവദിച്ചിരുന്നില്ല. അദ്ദേഹം ഒരു കവിയുമൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് എഴുതാനുള്ള പേപ്പറോ പേനയോ ഒന്നും തന്നെ ആ തടവറയിൽ അനുവദിച്ചിരുന്നില്ല. എങ്കിലും എവിടെ നിന്നൊക്കെയോ അദ്ദേഹം സംഘടിപ്പിച്ച് 2 കത്തുകൾ ദില്ലിയിലേക്ക് കൊടുത്തയച്ചിരുന്നു നേരത്തെ. അതിന് മറുപടിയായിട്ട് ദില്ലിയിൽ നിന്നും മകൾ കത്ത് കൊടുത്തു വിട്ടിരുന്നു. ആ കത്തുകൾ വായിച്ച് ചക്രവർത്തിക്ക് വളരെയധികം വിഷമം തോന്നുന്നു. തൻ്റെ കുടുംബത്തെയും അതുപോലെ തന്നെ ദില്ലി വാസികളെയും ഒക്കെ ഓർത്ത്, ദില്ലിയിലെ തൻ്റെ പ്രജകളെയൊക്കെ ഓർത്ത് അദ്ദേഹം കണ്ണീർ വാർക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഇതെല്ലാം അദ്ദേഹം ഈ കത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. തൻ്റെ മകൾക്ക് അങ്ങനെ നൽകുന്ന മറുപടി കത്താണ് ഈ ബേട്ടി കെ നാം എന്നുള്ള ഈ പാഠഭാഗം. 1860 മെയ് 18 എഴുതിയ കത്താണിത്. അതിനുശേഷം 1862 ഡിസംബർ 17 ജയിലിൽ വെച്ച് തന്നെ അദ്ദേഹം മരിക്കുകയും റങ്കൂണിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഖബറടക്കം നടത്തുകയും ചെയ്യുകയുണ്ടായി. വെച്ചോ, ധ്യാൻ സെ സുനിയെ. 1857 से भारत की स्वतंत्रता की लड़ाई शुरू हुई थी. ब्रिटिश सरकार ने 1857 की स्वतंत्रता की पहली लड़ाई को परास्त कर दिया. परास्त करना, अडिचमर्तुക. उन्होंने दिल्ली के अंतिम मुगल शासक बहादुर शाह सफर को 4 दिसंबर 1858 को मगर नामक ब्रिटिश युद्धपोत में रंगून भेज दिया. युद्धपोत, യുദ്ധക്കപ്പൽ. മഗർ എന്ന് പറയുന്ന യുദ്ധക്കപ്പലിൽ 1857 വിപ്ലവത്തിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തെ 1858 റങ്കൂണിലേക്ക് നാടുകടത്തുകയുണ്ടായി. रंगून उन पर सख्त पहरा था. मिलने की इजाजत तो दूर, खुलकर किसी से बातचीत भी नहीं कर सकते थे. റങ്കൂണിൽ അദ്ദേഹത്തിന് കഠിനമായ കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ശക്തമായ കരുതൽ തടങ്കലായിരുന്നു. അദ്ദേഹത്തിന് ആരോടെങ്കിലും സംസാരിക്കാനോ അതല്ലെങ്കിൽ ഒരാളെ കാണാനോ ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഈ ശക്തമായ കരുതൽ തടങ്കലിലും അദ്ദേഹം കുറച്ച് കത്തുകൾ ദില്ലിയിലേക്ക്, ഞാൻ മുൻപേ പറഞ്ഞ പോലെ ദില്ലിയിലേക്ക് തൻ്റെ മകൾ കുൽസും ജമാനി ബേഗത്തിന് കൊടുത്തയക്കുകയുണ്ടായി. വേ ദില്ലി മേ അംഗ്രേജോ കെ കൈദ് മേ ഥി. കൈദ് മാനോ തടവ്. കുൽസും ജമാനി ബേഗം ഇംഗ്ലീഷുകാരുടെ തടവിൽ ദില്ലിയിലായിരുന്നു. ഉन्होंने किसी तरह से एक खत अपने कैदी बापू को रंगून भेजा था. റങ്കൂണിലേക്ക് തൻ്റെ തടവിൽ കഴിയുന്ന അച്ഛന് അയച്ചു കൊടുത്തിരുന്നു നേരത്തെ കത്ത്. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ ജവാബി പത്ര അദ്ദേഹം എഴുതുന്നത്. उसके जवाब में लिखी गई चिट्ठी यहाँ पेश करते हैं. बच्चों, ध्यान से सुनिए. बेटी के नाम. प्यारी बिटिया,
तुमने अपने कैदी बापू को खत भेजा. खत क्या भेजा? मेरी जान आंसू नामा था. बेटे ने पढ़कर सुनाया. एक दफा सुना, जी न भरा. फिर कहा, बेटा फिर सुनाना. फिर सुना, वो भी रोया. मेरी आंखें भी आंसुओं से भीग गई. कहा, बाबा एक दफा फिर पढ़ो. क्या लिखवाऊं बेटी की, मुझ पर तुम्हारे खत का क्या असर हुआ? 3 दफा सुनने के बाद भी दिल को करार नहीं आया. बच्चों ध्यान से सुनिए. बहादुर शाह सफर बादशाह अपनी बेटी को संबोधन किया है. प्यारी बिटिया. प्यारी बिटिया, प्यारी बेटी. बिटिया मानो बेटी. तुमने अपने कैद बाप को खत भेजा. കൈദി പ്രിസണർ, തടവിൽ കിടക്കുന്ന ആളിനാണ് കൈദി എന്ന് പറയുന്നത്. ഇവിടെ ബഹദൂർ ഷാ സഫർ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൈദി എന്നാണ്. കൈദി ബാപ്പുക്കു, തടവിലായ പിതാവിന് നീ കത്തയച്ചിരിക്കുന്നു. ഖത്ത് ഭേജ. ഖത്ത് ക്യാ ഭേജ? മേരി ജാൻ, എൻ്റെ ജീവനാണ്. आंसूनामा था. आंसूनामा दर्द भरी वाणी. आंसूनामा का अर्थ क्या है? दर्द भरी वाणी, വിലാപ കാവ്യം. ഒരു വിലാപ കാവ്യം തന്നെയാണ് നിന്റെ കത്ത്. ബേട്ടേനെ പട്കർ സുനായ. കിസ്നെ പട്കർ സുനായ? ബേട്ടേനെ പട്കർ സുനായ. खत किसने पढ़कर सुनाया? बादशाह को खत बेटे ने पढ़कर सुनाया. एक दफा सुना, जी न भरा. एक दफा सुना, जी न भरा. ഒരു പ്രാവശ്യം വായിച്ചു കേട്ടു. एक दफा, एक बार सुना, जी न भरा. फिर बेटे ने फिर भी सुनाया. जी न भरा, മനസ്സിന് തൃപ്തി തോന്നിയില്ല. बेटा फिर सुनाना. फिर सुना, वो भी रोया. मेरी आंखें भी आंसुओं से भीग गई. खत का असर, खत का प्रभाव, खत का इन्फ्लुएंस എന്തായിരുന്നു? दोनों रोए. दोनों मानो बेटा और बाप, बादशाह और पुत्र, दोनों रोए. खत पढ़कर, बेटी की खत पढ़कर, बेटी का पत्र पढ़कर दोनों रोए. दोनों मानो बादशाह और बेटे रोए. कहा, बाबा एक दफा फिर पढ़ो. क्या लिखवाऊं बेटी कि मुझ पर तुम्हारे खत का क्या असर हुआ? असर मानो इन्फ्लुएंस. 3 दफा सुनने के बाद भी दिल को करार नहीं आया. तुमने अपने कैदी बापू को खत भेजा. खत एक आंसूनामा था. बादशाह वो चिट्ठी को आंसूनामा कहते हैं. क्यों ऐसा कहा है? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? आंसूनामा, उसमें दिल्ली वासियों के बारे में या अपने बारे में जरूर होंगे അല്ലേ? ആ കത്തില് കുൽസും ജമാനി ബേഗം തന്നെക്കുറിച്ചും ദില്ലിയിലെ സ്ഥിതിയെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പം അത് വായിച്ച് തൻ്റെ കുടുംബത്തെക്കുറിച്ചും അതിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും ഓർത്താണ് ബഹദൂർ ഷാ സഫറിന്, ബാദഷാഹിന് സങ്കടം തോന്നി. അതുപോലെ തന്നെ ആ അവസ്ഥയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒപ്പമുണ്ടായിരിക്കുന്ന മകനും അതീവ ദുഃഖം തോന്നി. और 3 बार खत पढ़ा. कितने बार? 3 दफा. दफा मानो बार. 3 बार, പ്രാവശ്യം, 3 പ്രാവശ്യം കത്ത് വായിച്ചിട്ടും മനസ്സിന് കരാർ നഹീം മില. ദിൽക്കോ കരാർ നഹീം ആയ. കരാർ മാനോ രാഹത്ത്, രാഹത്ത് മാനോ റിലീഫ്, മനസ്സിന് ആശ്വാസം തോന്നിയില്ല. എന്തുകൊണ്ടായിരിക്കാം മനസ്സിന് ആശ്വാസം തോന്നാഞ്ഞത്? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, അദ്ദേഹം വളരെ ദൂരെ റംഗൂണിലാണ്, തൻ്റെ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. വലിയൊരു കൊട്ടാരവും എല്ലാം വിട്ട് ഒന്നുമില്ലാതെ വളരെ ദരിദ്രനായിട്ടാണ് അദ്ദേഹത്തിന് റംഗൂണിലേക്ക് പോകേണ്ടി വന്നത്. അദ്ദേഹം തൻ്റെ പ്രജകളെയും അതുപോലെ തൻ്റെ കുടുംബത്തെയും ഓർത്ത് വളരെ ദുഃഖിതനായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഃഖം തൻ്റെ കുടുംബത്തെ ഓർത്ത്, മകളെ ഓർത്ത്, മകളുടെ ഇന്നത്തെ അവസ്ഥയെ ഓർത്തുള്ള ദുഃഖമാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ വായിച്ചത്, മനസ്സിലാക്കിയത്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബേട്ടി കാ ഖത്ത് ബാദഷാഹ് കെ ലിയെ ഏക് ആംസൂനാമാ ഥാ. ക്യോ?
बेटी का खत पढ़कर बादशाह को ऐसा लगा वो एक आंसूनामा था। क्यों? उसका उत्तर लिखकर मुझे भेज देना है। अगले कक्षा में फिर मिले। धन्यवाद।